നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് 2 പേർ മരിച്ചു. നെറ്റ്വ റെസിഡൻസ് 13ാമത് വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് സംഭവം. പരിക്കുപറ്റി ആശുപത്രിയിൽ കഴിയുന്നവരെ MLA കുറുക്കോളി മൊയ്തീൻ സന്ദർശിച്ചു. യുവകലാസാഹിതി ആലത്തിയൂർ മേഖലയുടെ 8ാം വാർഷികാഘോഷം 2ാം ദിനം കൈമലശ്ശേരി നൂർ സയ്യിദ് നഗറിൽ വെച്ച് സംഘടിപ്പിച്ചു. AV മുഹമ്മദ് സ്മാരക കലാവേദിയുടെ കൺവെൻഷനും PH അബ്ദുള്ള മാസ്റ്റർ അനുസ്മരണവും നടത്തി. വളാഞ്ചേരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്ന 3 പേർക്ക് പരിക്ക്. വിശദമായ വാർത്തകൾ. മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് 2 പേർ മരിച്ചു. സ്രാങ്ക് അഴീക്കൽ സ്വദേശി അബ്ദുൾ സലാം, ജീവനക്കാരനായ ഗഫൂർ എന്നിവരാണ് മരിച്ചത്. കപ്പലിടിച്ചതിനെ തുടർന്ന് ബോട്ട് 2ആയി പിളർന്ന് കടലിൽ താഴുകയായിരുന്നു. പൊന്നാനിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് അപകടമുണ്ടായത്. കപ്പലിടിച്ചതിനെ തുടർന്ന് ബോട്ട് 2ആയി പിളർന്ന് കടലിൽ താഴുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 1:30-ക്കാണ് അപകടമുണ്ടായത്. അഴീക്കൽ സ്വദേശി മരക്കാട്ടെ നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹി എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ടിലുണ്ടായിരുന്ന 6 പേരിൽ 4 പേരെ കപ്പലുകാർ രക്ഷപ്പെടുത്തി. 2 പേരെ കാണാതാവുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കവരത്തിയിൽ നിന്ന് ബേപ്പൂരിലേക്ക് ചരക്കുമായി പോയ കപ്പലിടിച്ചാണ് അപകടമുണ്ടായത് എന്നാണ് വിവരം. അപകടമുണ്ടാക്കുന്ന വിധം തീരത്തോട് ചേർന്നാണ് കപ്പൽ സഞ്ചരിച്ചിരുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. വെട്ടം ന്യൂസ്, പൊന്നാനി. നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ 13ാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും വിപുലമായ പരിപാടികളോടെ GLP സ്കൂൾ തൃക്കണ്ടിയൂരിൽ നടത്തി. പ്രസിഡന്റ് MP സുരേഷിന്റെ അധ്യക്ഷതയിൽ തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരൂർ നഗരസഭാ അധ്യക്ഷ AP നസീമ മുഖ്യാതിഥിയായി. കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത ഗായകൻ ഫിറോസ് ബാബു നിർവഹിച്ചു. ഈ വർഷം IAS ലഭിച്ച തിരൂർ സ്വദേശിയായ ഡോക്ടർ M തസ്ലീമിനെ MLA മൊമന്റോ നൽകി ആദരിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ തണൽ സപ്ലിമെന്റിന്റെ പ്രകാശനം തിരൂർ നഗരസഭ അധ്യക്ഷ AP നസീമ നിർവഹിച്ചു. തിരൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S ഗിരീഷ്, KK അബ്ദുൾ സലാം മാസ്റ്റർ, തിരൂർ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് ജീന ഭാസ്കർ, NM സാബിറ ടീച്ചർ, സിന്ധു മംഗലശ്ശേരി എന്നിവർ ആശംസകൾ അറിയിച്ചു. സെക്രട്ടറി KP നസീബ് വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KK അബ്ദുൾ റസാഖ് ഹാജി സ്വാഗതവും MP രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. EV കുത്തുബുദ്ദീൻ, V ഷമീർ ബാബു, VP ശശികുമാർ, VP ഗോപാലൻ, പാറയിൽ മാനുപ്പ, പാറയിൽ ബാവ, A മാധവൻ മാസ്റ്റർ, KK മുഹമ്മദ് ഹസൻ മാസ്റ്റർ, KM അഷ്റഫ് മാസ്റ്റർ, മനോജ് കൈലിശ്ശേരി, ബാസി തിരൂർ, സതീദേവി കുളങ്ങര, K കരുണകുമാർ, M മമ്മിക്കുട്ടി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് 2 പേർ മരിച്ച സംഭവം. പരിക്കുപറ്റി പൊന്നാനി ജില്ലാ ആശുപത്രിയിൽ കഴിയുന്നവരെ MLA കുറുക്കോളി മൊയ്തീൻ സന്ദർശിച്ചു. കപ്പൽ ട്രാക്ക് തെറ്റി വന്നതാണെന്നാണ് ബോട്ടിലുള്ളവർ പറയുന്നതെന്നും ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും കുറുക്കോളി മൊയ്തീൻ MLA സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും പരിക്കുപറ്റിയവർക്കും അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. പൊന്നാനി ജില്ലാ ആശുപത്രിയിലെത്തി പരിക്കുപറ്റിയവരെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി MLAയെ അനുഗമിച്ചു. സ്രാങ്ക് അഴീക്കൽ സ്വദേശി അബ്ദുൾ സലാം, ജീവനക്കാരനായ ഗഫൂർ എന്നിവരാണ് മരിച്ചത്. പൊന്നാനിയിൽ നിന്ന്
38 നോട്ടിക്കൽ മൈൽ അകലെ വച്ചാണ് അപകടമുണ്ടായത്. കപ്പലിടിച്ചതിനെ തുടർന്ന് ബോട്ട് രണ്ടായി പിളർന്ന് കടലിൽ താഴുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 1:30-ക്കാണ് അപകടമുണ്ടായത്. അഴീക്കൽ സ്വദേശി മരക്കാട്ട് നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹി എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ടിലുണ്ടായിരുന്ന 6 പേരിൽ 4 പേരെ കപ്പലുകാർ രക്ഷപ്പെടുത്തി. 2 പേരെ കാണാതാവുകയായിരുന്നു. വെട്ടം ന്യൂസ്, പൊന്നാനി. യുവകലാസാഹിതി ആലത്തിയൂർ മേഖലയുടെ 8ാം വാർഷികാഘോഷം 2ാം ദിനം കൈമലശ്ശേരി നൂറ് സയ്യിദ് നഗറിൽ വെച്ച് സംഘടിപ്പിച്ചു. 2ാം ദിവസം സംസ്കൃതിയുടെ മേളം യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വി കെ സുരേഷ് ബാബു കൂത്തുപറമ്പ് മുഖ്യപ്രഭാഷണം നടത്തി. വിനോദ് ആലത്തിയൂർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പി എം മുസ്തഫയ്ക്ക് 2024 യുവകലാസാഹിതി പുരസ്കാരം സമ്മാനിച്ചു. സെയ്ദ് കൈമലശ്ശേരി, മൊയ്തുട്ടി മാസ്റ്റർ, ആച്ചിക്കുളം ഇസ്മായിൽ, പ്രഭാകരൻ നടുവട്ടം, ജയൻ നീലേശ്വരം തുടങ്ങിയവർ സംസാരിച്ചു. വിജീഷ് വി കെ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ അനീഷ് പൊറ്റോടി നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് ആലത്തിയൂർ പ്രദേശത്ത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും 10+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിച്ചു. തുടർന്ന് രാത്രി 8 മണിക്ക് KPSCയുടെ നാടകം മുടിയനായ പുത്രൻ അരങ്ങേറി. വെട്ടം ന്യൂസ്, ആലത്തിയൂർ. AV മുഹമ്മദ് സ്മാരക കലാവേദിയുടെ കൺവെൻഷനും കേരള മാപ്പിള കലാ അക്കാദമി പ്രസിഡന്റ് മർഹൂം PH അബ്ദുള്ള മാസ്റ്ററുടെ അനുസ്മരണവും ചെമ്മാട് AV മുഹമ്മദ് സ്മാരക കലാവേദി ഓഫീസിൽ വെച്ച് നടത്തി. AV മുഹമ്മദ് സ്മാരക കലാവേദി പ്രസിഡന്റ് PK അബ്ദുൽ അസീസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സിദ്ദീഖ് പനക്കൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അരിമ്പ്ര സുബൈർ, PH അബ്ദുള്ള മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഷ്റഫ് തച്ചറപ്പടിക്കൽ, PPK ബാവ കളിയാട്ടുമുക്ക്, റഷീദ് മേലെവീട്ടിൽ, സയ്യിദ് മാലിക് മൂന്നിയൂർ, കബീർ കരുമ്പിൽ, നാസർ തെന്നല, കരീം കിസാൻ കേന്ദ്ര, ബഷീർ വേങ്ങര, അസ്കർ ബാബു പള്ളിക്കൽ, നിസാർ കണ്ടാണത്ത്, ഹംസ കുറുകത്താണി, അപ്പുട്ടി മമ്പുറം, ഹംസ CK നഗർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന ഗാനവിരുന്നിന് റഷീദ് മേലെവീട്ടിൽ, സയ്യിദ് മാലിക്, PPK ബാവ കളിയാട്ടുമുക്ക് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, വെട്ടം. വളാഞ്ചേരി താണിയപ്പൻ കുന്നിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ അടുക്കള ഭാഗം തകർന്ന 3 പേർക്ക് പരിക്ക്. അത്തിക്കാട്ടിൽ ഷാഫിയുടെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നത്. നിർമ്മാണത്തിലെ പോരായ്മയാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തകർന്ന സമയത്ത് 5 പേരാണ് ജോലിയിലുണ്ടായിരുന്നത്. ഇതിൽ 2 പേർ അകത്തു കുടുങ്ങുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ രക്ഷപ്പെടുത്തി. ഇതര സംസ്ഥാന തൊഴിലാളികളായ ഷാഹുസൈൻ, ഫറൂജ് ഷെയ്ഖ്, മുജീബ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ വളാഞ്ചേരി നടക്കാവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെട്ടം ന്യൂസ്, വളാഞ്ചേരി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.